പ്രണയത്തിന്റെ പേരിൽ വെട്ടിക്കൊല്ലുകയും വിഷം കൊടുത്ത് കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ പ്രണയം ഉള്ളിൽ സൂക്ഷിച്ച ഒരു വ്യക്തിയുണ്ട്. ആ ചേച്ചിയുടെ പേരാണ് അജ്ന ജോർജ്. അജ്നയ്ക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം. അജ്നയെ ആകെ മാറ്റിമറിച്ച, ഉള്ളിലേക്ക് വലിയുന്നതിനു പകരം ആയിരങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് പ്രേരിപ്പിച്ച ഒരു പ്രണയം. പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്ന അവൾ പഠിച്ച സ്ഥലങ്ങളിലെല്ലാം ഒന്നാമതായിരുന്നു. അതുകൊണ്ട് പഠിച്ച അതേ കോളേജിൽ തന്നെ പഠിപ്പിച്ചു. പാവങ്ങളുടെ വേദന അജ്നയുടെ വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ പാവങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതുമെല്ലാം അജ്നയ്ക്ക് എന്നും ഒരു ഹരമായിരുന്നു. ക്യാൻസർ വന്ന് കണ്ണും കാതും മൂക്കും എല്ലാം കവർന്നെടുത്തപ്പോഴും അജ്ന എന്നും ചിന്തിച്ചിരുന്നത് മറ്റുള്ളവരെക്കുറിച്ച് മാത്രമായിരുന്നു. വേദനയുടെ തീച്ചൂളയിൽ എരിഞ്ഞടങ്ങുമ്പോഴും വേദനിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി വിഷമിക്കേണ്ട, സാരമില്ല എന്നൊക്കെ പറയാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? താൻ ചങ്കു പറിച്ച് സ്നേഹിച്ചവനെക്കുറിച്ച് പറയാൻ എത്ര ദൂരം പോകുവാനും ഒരു മടിയും അവൾക്കുണ്ടായിരുന്നില്ല. കട്ടിലിൽ കിടക്കുമ്പോഴും അവനു വേണ്ടി അവനെ മാത്രം ഓർത്തുകൊണ്ട് അവൾ സഹിച്ചുകൊണ്ടിരുന്നു. അജ്നയുടെ പ്രണയം ശരിക്കും പരിശുദ്ധ കുർബാനിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയോടായിരുന്നു. അത് ആരംഭിക്കുന്നത് 9ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച വേളയിലായിരുന്നു. അന്ന് അജ്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈശോയെ, എന്നെ നിന്നെ വിട്ടുപിരിയാൻ അനുവദിക്കരുതേ. പിന്നീട് അജ്നയോട് കൂടെ ആ പ്രണയവും വളർന്നു. ഈശോയോട് ചോദിക്കാതെ അജ്ന ഒന്നും ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാൻസർ തന്നെ വരിഞ്ഞു മുറുകുമ്പോഴും അജ്ന പറഞ്ഞു, ഗോഡ് ഹാസ് എ പ്ലാൻ. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്.